അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി ഛത്തീസ്ഗഡിൽ നിന്നും എത്തിയ ഒരു കൂട്ടത്തെ കാണാം ഇനി. വന്നത് വെറും കൈയോടെയല്ല, ഛത്തീസ്ഗഡിന്റെ ഗോത്ര നൃത്തമായ ഗോൺമാൻഡിയ നൃത്തവുമായിട്ടാണ്. കൂടെ കേരളത്തിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് രാജ്കുമാറും സംഘവും. അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവൽ വേദിയാകുന്നത് നിരവധി വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾക്കാണ്. കാണികൾക്ക് ദേശീയ അന്തർദേശീയ നാടൻ കലകളുടെ ദൃശ്യവിസ്മയമാണ് തൈക്കാട് പോലീസ് പരേഡ് മൈതാനത്തെത്തിയാൽ കാണാൻ സാധിക്കുക. ഇക്കാണുന്നത് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഗോണ്ഡ്മാരിയ നൃത്തം. ഛത്തീസ്ഗഡിലെ ഗോത്രവിഭാഗം അവതരിപ്പിക്കുന്ന നൃത്തമാണ് ഗോണ്ഡ്മാരിയ നൃത്തം. പ്രകൃതി ആരാധനയുടെ ഭാഗമായും വിശേഷാവസരങ്ങളിലും ഉത്സവങ്ങളിലും വേഷവിധാനങ്ങളോടെ സംഘമായാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. और मेरा 5 से 7 तारीख तक का कार्यक्रम है. मुझे केरला बहुत अच्छा लगा और बहुत ही सुविधा है हमारे लिए. गर्व की बात है कि हम केरला सरकार के द्वारा हमारा प्रोग्राम यहाँ पे हो रहा है और हमारे बच्चे भी बहुत सुंदर हैं और बहुत खुश हैं और ऐसे भविष्य में हमको कार्यक्रम मिलते रहे. केरला अकादमी से हम विनती करते हैं. പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് പരമ്പരാഗത വേഷവിധാനങ്ങളോടെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് നൃത്തം ചവിട്ടുക. ഗോത്രവിഭാഗങ്ങളുടെ പ്രധാന ആഘോഷങ്ങളിലും സാമൂഹിക ഒത്തുചേരലുകളിലുമെല്ലാം ഗോണ്ഡ്മാരിയ നൃത്തമുണ്ടാകും. അതാണിപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവലിൽ മലയാളികൾക്ക് മുന്നിലെത്തിയത്. നിറഞ്ഞ സദസ്സോടെയാണ് ഓരോ നൃത്തവും ഇവിടെ അരങ്ങൊഴിയുന്നതും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.